അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ഉർസില റഹ്മത്തൻ ലിൽ ആലമീൻ വബഅദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ടവരെ, ഞാൻ മുഹമ്മദ് ബസ്താമി വാഫി ലണ്ടനിൽ പ്രബോധന മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. നമ്മൾ റമദാനിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അള്ളാഹുവിന് സർവസ്തുതിയും അർപ്പിക്കുകയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാൻ കഴിഞ്ഞാൽ പിന്നെ പെരുന്നാളിനെ അയാൾ വരവേൽക്കണം. പെരുന്നാളിൽ പിന്നെ അയാൾ നോമ്പ് നോൽക്കുക എന്നുള്ളത് ഹറാമാണ്, നിഷിദ്ധമാണ്. അത് സന്തോഷിക്കേണ്ട സമയമാണ്. സത്യത്തിൽ നമ്മുടെ കൂട്ടത്തിലുള്ള പല ആളുകൾക്കും എങ്ങനെയാണ് പെരുന്നാൾ കൃത്യമായി ഉപയോഗിക്കേണ്ടത് എന്ന് അറിയാതെ പോകുന്നു. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്റ്റീവായി പെരുന്നാൾ ഉപയോഗിക്കണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കളുമായി ഒക്കെ സമയം ചിലവഴിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നൊരു ഹദീസ് ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കണം. ഒരാൾക്ക് വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കൾ ഉണ്ടാവുകയും എന്നിട്ട് അയാൾക്ക് സ്വർഗത്തിലൊരിടം അയാൾക്ക് സെക്യൂർ ആക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അയാൾ എത്രത്തോളം പരാജിതനാണ് എന്നുള്ളതാണ്. അപ്പോൾ വാർദ്ധക്യത്തിലൊരു മാതാപിതാക്കൾ ഉണ്ട് എങ്കിൽ ഉപ്പയോടും ഉമ്മയോടുമെല്ലാം നല്ല രൂപത്തിൽ പെരുമാറുക, അവരുമായി സമയമൊത്ത് ചിലവഴിക്കുക, അവരുമൊത്ത് പുറത്ത് ട്രാവൽ ചെയ്യുക. ഇതൊക്കെ നമ്മൾ പെരുന്നാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല, നമ്മുടെ കൂട്ടുകുടുംബങ്ങളുമായി സമയം ചിലവഴിക്കാനും നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. പ്രത്യേകിച്ച് നമ്മൾ പെരുന്നാളിലെല്ലാം മറന്നു പോകുന്നൊരു കാര്യമെന്നുള്ളത് നമ്മൾ ആർഭാടകരമായി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രം. അദ്ദേഹം നാട്ടിലെ ചക്രവർത്തിയായിരിക്കുമ്പോൾ സ്വാഭാവികമായും ആളുകൾ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തിൽ നിന്നും. എന്നാൽ അദ്ദേഹത്തിൻ്റെ മക്കൾ ഈ പെരുന്നാൾ ദിവസത്തിൽ വളരെ സിമ്പിളായ വസ്ത്രം ധരിച്ച സമയത്ത് തൻ്റെ ചുറ്റുമുള്ള ആളുകൾ ആരോ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇവർക്ക് നല്ല കുറച്ച് വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഈ ഭൂമി ലോകത്ത് തിളങ്ങുന്ന വസ്ത്രങ്ങളെക്കാൾ എനിക്ക് ആഗ്രഹം എൻ്റെ മക്കൾ ആഖിറത്തിൽ തിളങ്ങുന്ന വസ്ത്രം ധരിക്കണം എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് നല്ല വസ്ത്രം ധരിക്കണ്ട എന്നല്ല, അതേസമയം ആർഭാടം നമ്മൾ ഉപേക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ഈ പെരുന്നാൾ നമ്മളിലേക്ക് ആഗതമാവുന്ന സമയത്ത് ഈദുൽ ഫിത്തർ ആണ്. ഫിത്തറിൻ്റെ സക്കാത്ത് പെരുന്നാളിലാണ് നമ്മൾ ആളുകൾക്ക് കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് ഫിത്തർ സക്കാത്ത് എല്ലാം കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ അവകാശികൾക്കായി അത് കൊടുക്കാൻ തന്നെ നമ്മൾ നമ്മുടെ സമയം ചിലവഴിക്കണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പെരുന്നാളിനെയും അതുപോലെ റമദാനുമെല്ലാം കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.